സത്യം പറയുന്നവരെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആത്മാർത്ഥതയോടെ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. അങ്ങനെയുള്ളവരെ ആരും ഇഷ്ടപ്പെടില്ല എന്ന് മാത്രം. മധുരമൂറുന്ന വാക്കുകൾ പറയുകയും കൃത്രിമ സ്നേഹം കാണിക്കുകയും മുഖസ്തുതിയും പ്രലോഭനങ്ങളുമാണ് എല്ലാവർക്കും വേണ്ടത്. ഇങ്ങനെയുള്ളവരിൽ നിന്നാണ് ചതിയും വഞ്ചനയും വേദനയും ഒക്കെ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. ഒന്നും ശാശ്വതമായി നിലനിൽക്കില്ല. അതിനാൽ ജീവിക്കുക ആത്മാർത്ഥമായി, പുഞ്ചിരിക്കുക, നാടകങ്ങൾ ഒഴിവാക്കുക, അവസരങ്ങൾ വിനിയോഗിക്കുക, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ള ഒരു മനസ്സ് സൃഷ്ടിക്കുക, ദുഃഖത്തിനുള്ള അവസരങ്ങൾ ഒഴിവാക്കുക. കാരണം ഒരിക്കൽ നമ്മൾ ചിന്തിക്കും ജീവിതത്തിൽ ഇതൊക്കെയായിരുന്നു വേണ്ടതെന്ന്. നിങ്ങളുടെ ജീവിതത്തിലെ ദുഷ്കരമായ സന്ദർഭങ്ങളാണ് ഇവയൊക്കെ. ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ യഥാർത്ഥ നിറം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ഒരു ആപത്ത് ഘട്ടം വരുമ്പോഴാണ്. ആരാണ് കൂടെയുള്ളത്, ആരാണ് കൂടെ ഇല്ലാത്തത് എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളെ വിട്ടുപോയവരോട് നന്ദി കാണിക്കുക. കാരണം അവർ നിങ്ങളെ ഉപേക്ഷിച്ച സ്ഥലത്ത് ജീവിക്കാൻ നൽകിയതിനെയും നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങളെ സ്നേഹിച്ചവരോട് സന്മനസ്സും സ്നേഹവും കാണിക്കുക. നിങ്ങളുടെ സാന്നിധ്യത്തെ വിലകൽപ്പിക്കാത്തവരോട് നിങ്ങളുടെ പെരുമാറ്റത്തിൽ അഭാവം കാണിക്കുക. നാം സ്നേഹിക്കുന്നവർ 1000 പ്രശ്നങ്ങൾക്കിടയിലും സ്വന്തം നിലനിൽപ്പിനേക്കാളും ഉപരി നമ്മുടെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ നന്മക്കായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം നാം വിശ്വാസമർപ്പിച്ചത്, സ്നേഹിച്ചത് അതിന് യോഗ്യരായ മനുഷ്യരെ തന്നെയാണ്. സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മുൻഗണന നൽകി, ലാഭനഷ്ടങ്ങൾ നോക്കി, സുഖങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങൾ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് സത്യസന്ധമായി ഒരാളെ കിട്ടുക എന്നത് ഭാഗ്യമാണ്. നമ്മളെയൊക്കെ ശ്രദ്ധിക്കുന്ന മനുഷ്യരിലാണ് നമ്മൾ ശരിക്കും ജീവിക്കുന്നത്. കുറ്റം പറയാൻ ഒരുപാട് ആളുകൾ കാണും. കുറവുകൾ നികത്താനും കൂടെ നിൽക്കാനും കുറച്ചു മനുഷ്യരെ ഉണ്ടാകൂ. എങ്ങനെയുണ്ട് എന്ന ചോദ്യങ്ങൾക്ക് നന്നായിരിക്കുന്നു എന്ന് കേൾക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ പോലും ആ അവസ്ഥയിൽ നമ്മളെക്കാൾ ഏറെ വേദന നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ഒരു ആപത്ത് ഘട്ടം വരുമ്പോഴാണ്. ആരാണ് കൂടെയുള്ളത്, ആരാണ് കൂടെ ഇല്ലാത്തത് എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളെ വിട്ടുപോയവരോട് നന്ദി കാണിക്കുക. കാരണം അവർ നിങ്ങളെ ഉപേക്ഷിച്ച സ്ഥലത്ത് ജീവിക്കാൻ നൽകിയതിനെയും നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങളെ സ്നേഹിച്ചവരോട് സന്മനസ്സും സ്നേഹവും കാണിക്കുക. നിങ്ങളുടെ സാന്നിധ്യത്തെ വിലകൽപ്പിക്കാത്തവരോട് നിങ്ങളുടെ പെരുമാറ്റത്തിൽ അഭാവം കാണിക്കുക. നാം സ്നേഹിക്കുന്നവർ 1000 പ്രശ്നങ്ങൾക്കിടയിലും സ്വന്തം നിലനിൽപ്പിനേക്കാളും ഉപരി നമ്മുടെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ നന്മക്കായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം നാം വിശ്വാസമർപ്പിച്ചത്, സ്നേഹിച്ചത് അതിന് യോഗ്യരായ മനുഷ്യരെ തന്നെയാണ്. സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മുൻഗണന നൽകി, ലാഭനഷ്ടങ്ങൾ നോക്കി, സുഖങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധങ്ങൾ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് സത്യസന്ധമായി ഒരാളെ കിട്ടുക എന്നത് ഭാഗ്യമാണ്. നമ്മളെയൊക്കെ ശ്രദ്ധിക്കുന്ന മനുഷ്യരിലാണ് നമ്മൾ ശരിക്കും ജീവിക്കുന്നത്. കുറ്റം പറയാൻ ഒരുപാട് ആളുകൾ കാണും. കുറവുകൾ നികത്താനും കൂടെ നിൽക്കാനും കുറച്ചു മനുഷ്യരെ ഉണ്ടാകൂ. എങ്ങനെയുണ്ട് എന്ന ചോദ്യങ്ങൾക്ക് നന്നായിരിക്കുന്നു എന്ന് കേൾക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ പോലും ആ അവസ്ഥയിൽ നമ്മളെക്കാൾ ഏറെ വേദന
എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക. മോശം സ്വഭാവത്തിൽ പെരുമാറുന്നവർക്ക് ഒരിക്കലും ഉയർച്ചയുണ്ടാവുകയില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.